ആദ്യം ചെയ്യുന്നത് 2 സിനിമ ഏറെക്കുറെ ഒരേ സമയത്താണ്. കല്ലുകൊണ്ടൊരു പെണ്ണെന്നുള്ള സിനിമയും അഗ്നിസാക്ഷി എന്നുള്ള സിനിമയും ചെയ്യുന്നത് രണ്ടും ഏകദേശം ഒരേ സമയത്താണ്. എസ്.എൽ. പുരം സദാനന്ദൻ്റെ ഒരു നാടകമാണ് കല്ലുകൊണ്ടൊരു പെണ്ണെന്നുള്ളത്. അതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലായിരുന്നു ഗൾഫ് യുദ്ധം, ഈ കുവൈറ്റ് യുദ്ധം നടന്നത്. അതിൽ ഗൾഫിൽ ധാരാളം മലയാളികളുള്ളതുകൊണ്ട് അവരുടെ ജീവിതം അതിൽ വളരെയധികം അഫക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി നേഴ്സ്, അവരുടെ ജീവിതത്തിൻ്റെ കഥയാണത്. എനിക്കത് വളരെ ഒരു ശക്തമായിട്ടുള്ളൊരു, പ്രത്യേകിച്ചും ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു കഥയായി തോന്നി. അത് അവതരിപ്പിക്കാൻ വിജയശാന്തിയെ പോലുള്ളൊരു അഭിനേത്രി തയ്യാറായി. പ്രൊഡ്യൂസറും അതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഭാവചിത്രയുടെ ജയകുമാർ എന്നൊരാളാണ് ചെയ്തത്. അങ്ങനെയാണത് ആ സിനിമയിലേക്ക് എത്തുന്നത്. നേരെ മറിച്ച് അതേ സമയത്ത് തന്നെ ചെയ്ത അഗ്നിസാക്ഷി എന്നുള്ളത് ഞാൻ കുറേ കാലമായിട്ട് മനസ്സിൽ ഇട്ടുകൊണ്ടിരുന്ന ഒരു, നമ്മളെല്ലാം വായിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു നോവലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഏറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഏറെക്കുറെ ഒരേ സമയത്താണ് 2 സിനിമയും ഒന്നിച്ച് ചെയ്യുന്നത്. വേറിട്ട വഴിയാണോ എന്നുള്ളതൊന്നും ഞാൻ തീരുമാനിച്ച കാര്യങ്ങളല്ല. എനിക്ക് വിശ്വാസമുള്ള, എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എൻ്റേതായ ഒരു ശൈലിയിൽ പൂർണ്ണമായും അത് പ്രതിബദ്ധതയോടുകൂടി ചെയ്യുമ്പോൾ അത് വേറിട്ടതാവുന്നത് ആനുഷംഗികമായി സംഭവിക്കുന്ന ഇൻസിഡൻറ്റിലാണ്. അല്ലാതെ വേറിട്ട് നിൽക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. അതിൽ നമ്മൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള തനതായ കാഴ്ചപ്പാടുകളിലൂടെ കഥകളെ, കഥാപാത്രങ്ങളെ, വികാരങ്ങളെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ തനതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റി വരും. ഓരോ കഥകൾ സ്വീകരിക്കുമ്പോഴും കഥാപാത്രങ്ങളെ കണ്ടെത്തുമ്പോഴും പല വികാരങ്ങൾ അവതരിപ്പിക്കുമ്പോഴും എൻ്റേതായ സ്വന്തമായ കാഴ്ചപ്പാടുകളിലൂടെയും അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് അതൊരു വ്യത്യസ്തതയുള്ളതായി തോന്നുന്നത്. കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്തമല്ലേ. ഞാൻ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റേതായ സഹജമായ രീതിയിൽ പ്രതിബദ്ധതയോട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വ്യത്യസ്തമാവും. അപ്പം അങ്ങനെ വേറെ വഴി എന്നുള്ളത് ഞാനങ്ങനെ വളരെ കരുതലോടെ തിരഞ്ഞെടുത്തൊന്നുമല്ല. എനിക്ക് ചെയ്യാനിഷ്ടം അങ്ങനെയൊക്കെയാണ്, അതങ്ങനെ ആയി പോകുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു സിനിമ ഋതു എന്നുള്ള സിനിമ അതിന് നിമിത്തമായി. അതില്ലായിരുന്നെങ്കിലും വളരെ ടാലൻ്റായിട്ടുള്ള ആ അഭിനേതാവ് മലയാള സിനിമയിലേക്ക് വരുമായിരുന്നു. ആ സിനിമയിലെല്ലാം പുതിയ ആളുകളെയാണ് പ്രസൻറ്റ് ചെയ്തത്. റീമ കല്ലിങ്കൽ, നിഷാൻ എന്നുള്ള ഒരു ആക്ടർ, വിനയ് ഫോർട്ട്, ഇവരെല്ലാം ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമകളാണ്. അപ്പോൾ അതിൽ പുതിയ ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഓഡിഷൻ ഇന്ത്യയുടെ പല ഭാഗത്ത് നടത്തിയതാണ് ഞാൻ. കേരളത്തിലും 2-3 സെൻറ്ററിൽ നടത്തി. അതിന് കഥാപാത്രത്തിന് യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അതിൽ ഒരു ശ്രമം. അതിൽ ആസിഫ് വളരെ സംശയമില്ലാത്ത രീതിയിൽ എൻ്റെ മനസ്സിൽ 1-ാം നമ്പറിൽ വന്ന ഒരാളാണ്. എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്ന, എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കഥയ്ക്ക് വേണ്ടിയാണ് സിനിമ ആഗ്രഹിക്കുന്നത്. പ്രമേയം, കഥാപാത്രങ്ങൾ, അതിൻ്റെ ശൈലി, അതിൻ്റെ ഒരു വികാര പ്രപഞ്ചം, ഇതൊക്കെയാണ് പ്രധാന കാര്യം. അതിനെ പറ്റിയ ഒരു നടനെ കണ്ടെത്താൻ പറ്റുന്നു. കാരണം സിനിമ എന്നുള്ളതൊരു കച്ചവട മാധ്യമം കൂടി ആവുന്നതുകൊണ്ട്, ഒരു വൻ മുതൽ മുടക്കുള്ളൊരു മാധ്യമം കൂടി ആവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള വയബിലിറ്റി, സാമ്പത്തികമായിട്ടത് നിലനിന്ന് പോകാനുള്ള സാഹചര്യത്തെ കൂടി സംവിധായകൻ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പ്രേക്ഷകരധികവും നടനെയോ നടിയോ കണ്ടിട്ടാണല്ലോ തിയേറ്ററിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ആലോചിച്ച് പോകുന്നത്. പക്ഷേ പ്രാഥമികമായി തീർച്ചയായും ആ പ്രമേയം തന്നെയാണ്. ടെസ്റ്റ് എന്നുള്ള സിനിമ പരിതോഷുത്തം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇംഗ്ലീഷിൽ എഴുതുന്നൊരു എഴുത്തുകാരൻ്റെ ഡ്രീംസ് ഇൻ പ്രഷ്യൻ ബ്ലൂ എന്നൊരു നോവലുണ്ട്, ഒരു പേപ്പർ ബാക്ക്. അപ്പോൾ അത് ഞാൻ സാന്ദർഭികമായി വായിക്കാനിടയായി. അപ്പോൾ അത് എൻ്റെ പ്രമേയമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായി. അതിനെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുപോലൊരു കഥ കിട്ടുമ്പോൾ അതിന് ഏറ്റവും ചേർന്നൊരു ആക്ടറെ നോക്കി അതിലൊരു ആർട്ടിസ്റ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. അപ്പോൾ ഈ ഒരു പരിതോഷുത്തമൻ്റെ ആ നോവലിലെ ആർട്ടിസ്റ്റ് എന്നുള്ള കഥാപാത്രം കൈകാര്യം ചെയ്യാൻ ഏറ്റവും മിടുക്കനായിട്ടുള്ളത്, ഏറ്റവും യോജിച്ചത് ഫഹദാണെന്ന് എനിക്ക് തോന്നി. ഫഹദിൻ്റെ വർക്കുകൾ അതിന് മുമ്പും ഞാൻ കണ്ടെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചാപ്പാക്കുരിശൊക്കെ. അപ്പോൾ അങ്ങനെ ഫഹദ് സംസാരിക്കുന്നു, അദ്ദേഹം വളരെ സന്തോഷത്തോടെ സമ്മതിക്കുന്നു.
അങ്ങനെ അത് ഉണ്ടാവുക. അരോമ മണി എന്നുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള പ്രൊഡ്യൂസറുടെ 60ാമത്തെ സിനിമയാണത്. തിലകൻ ചേട്ടനുമായി താങ്കൾ സിനിമ ആഗ്രഹിച്ചു. സിനിമ അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം നടന്നിട്ടില്ല എന്ന് അറിയുന്നു. അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇല്ല, അങ്ങനെ ഒരു അദ്ദേഹത്തിന് തിരക്കുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു ഒരു ലെവലിലേക്കൊന്നും ആ പ്രോജക്റ്റ് വന്നില്ല. അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തെ ഏതെങ്കിലും സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റിയൊരു റോളോ ഒരവസരമോ ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്ത ശേഷം തിരക്കൊണ്ട് മാറ്റിയതൊന്നുമല്ല. ഒരു നോവൽ ചിത്രമാക്കുക എന്ന് വെച്ചാൽ നോവലിനെ ചിത്രീകരിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം. ആ നോവല് സംവിധായകൻ എന്നുള്ള കലാകാരനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവ ലോകത്തിൻ്റെ വേറൊരു ചിത്രീകരണമാണ്. അതൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പം അങ്ങനെ നമുക്ക് ഏത് കഥകളെയും ആധാരമാക്കാൻ പറ്റും. അത് നോവൽ വായിച്ചവരെയൊക്കെ തൃപ്തിപ്പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോവൽ വായിച്ചവരല്ല സിനിമ സംവിധായകൻ്റെ പ്രേക്ഷകർ, വായിക്കാത്തവരായിരിക്കും ഭൂരിപക്ഷം പേരും. അപ്പോൾ അവർക്കും ഒരു തനതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവണം, പൂർണ്ണമായിട്ടുള്ള അനുഭവം ഉണ്ടാവണം. നോവൽ വായിച്ചാലേ ഈ സിനിമ മനസ്സിലാവുള്ളൂ, എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വരരുതല്ലോ. അതുകൊണ്ട് അത് വേറൊരു രീതിയിലുള്ളൊരു അപ്രോച്ചാണ്. പക്ഷേ തീർച്ചയായും ഭരതൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. എന്തായാലും ഖസാക്കിൻ്റെ ഇതിഹാസം നടന്നില്ല. ശ്രീ ഒ വിജയൻ്റെ മരണശേഷം, അദ്ദേഹത്തിൻ്റെ പത്നിയുടെയൊക്കെ മരണശേഷം അതിൻ്റെ അവകാശത്തെ ചൊല്ലിയിട്ട് ചെറിയ ചില പ്രോബ്ലംസ് ഉണ്ടായി. ഞാനത് ഉപേക്ഷിക്കുക ചെയ്തത്. കുറച്ച് വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായി. എൻ്റെ ശ്രീമതി ഒരു അസുഖം കാരണം 2-3 വർഷം ഇത് ചെയ്തിട്ട് അവർ പോയി. എനിക്ക് വ്യക്തിപരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഗ്യാപ്പുകളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമയുടെ കഥ കണ്ടെത്തുന്നത് മുതൽ സിനിമയുടെ അവസാന നിമിഷം വരെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഒരു സിനിമയിൽ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് 1-2 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പം അത്രയും സമയം അതിന് കൊടുക്കാൻ പറ്റണം. അത്രയും കൊടുക്കാവുന്ന ഒരു വർത്തായിട്ടുള്ള ഒരു പ്രോജക്റ്റിലായിരിക്കണം ഞാൻ ഇൻവോൾവ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ വെറുതെ ഒരു സംവിധായകൻ എന്നുള്ള ജോലിക്കാരനായിട്ടല്ല ഞാൻ പോകുന്നത്. അത് എൻ്റെ തന്നെ സൃഷ്ടിയായി മാറുന്നൊരിതല്ലേ. അപ്പോൾ അതിനെ പറ്റിയൊരു അവസരം ഉണ്ടാകുമ്പോഴേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തത ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു ലോകത്ത് സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ അവസ്ഥകളിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കുന്നു. ജനങ്ങളത് കാണുന്ന രീതിയിൽ ഈ ബന്ധങ്ങളിൽ ഉൾപ്പെടുന്ന മനുഷ്യർ കടന്നു പോകുന്ന, അപ്പോൾ അതിനെ കുറിച്ച് 2 ബംഗാളി കഥകളാണ് അതിന് ആധാരം. 4 കഥാപാത്രങ്ങൾ ഒരു കന്യാകുമാരിയിലെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതാണ്. അതിലൂടെ നമ്മളുടെ സൊസൈറ്റിയെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും മനസ്സുകളെക്കുറിച്ചും സ്നേഹം എന്നുള്ള സങ്കല്പത്തെക്കുറിച്ചൊക്കെ ഒരു ക്രോസ് എക്സാമിനേഷനാണ്. ഓരോ കാലത്തിനും അതിൻ്റേതായിട്ടുള്ള ചൈതന്യമുള്ള സിനിമകൾ ഉണ്ടാവാറുണ്ട്, മോശം സിനിമകൾ ഉണ്ടാവാറുണ്ട്. സാമ്പത്തികമായും കലാപരമായിട്ടൊക്കെയുള്ള ചലഞ്ചുകൾ അതിൻ്റേതായിട്ടുണ്ടാവും. അത് എല്ലാ കാലത്തും ഉണ്ട്. ഈ പാരലൽ സിനിമ, ആർട്ട് സിനിമ എന്നൊക്കെ പറയുന്ന കൃത്യമായിട്ടുള്ളൊരു മാറ്റി നിൽക്കുന്നൊരു വിഭാഗമായിട്ട് 2000-ന് ശേഷം സിനിമകളിൽ കാണുന്നത് ഇതിൻ്റെ ഈ തരത്തിലുള്ള അതിർവരമ്പുകളൊക്കെ കുറച്ച് മെർജ് ചെയ്യുന്നതാണ്. ഈ പ്രധാനപ്പെട്ട താരങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു. ഈവൻ മെയിൻ സ്ട്രീം സിനിമകളിൽ പോലും നേരത്തെ നിഷിദ്ധമായിട്ടുള്ള പല തീമുകളും ശൈലികളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ പാരലൽ സിനിമ ഇല്ലാതായി എന്ന് പറഞ്ഞുകൂടാ. പാരലൽ സിനിമയുടെ സ്കോപ്പ് വർദ്ധിക്കുകയോ അതുപോലെ തന്നെ മെയിൻ സ്ട്രീം സിനിമയുടെ, കച്ചവട സിനിമയുടെ പരിധികൾ കൂടുതൽ വിപുലമാവുകയൊക്കെ ചെയ്തുകൊണ്ടൊരു മെർജിങ് നടന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ കാലത്ത് കാണാവുന്നൊരു പ്രതിഭാസം എനിക്ക് തോന്നുന്നു. എല്ലാ കാര്യങ്ങളിലും ചിലവ് കൂടുന്നുണ്ടല്ലോ എന്ന പോലെ തന്നെ സിനിമ ഉണ്ടാക്കുന്നതിലും ചിലവ് കൂടുന്നുണ്ട്. കൂടുതൽ ചോയ്സുകൾ വരുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു സിനിമ ആസ്വദിക്കാനായിട്ട് ടെലിവിഷനോ OTTയോ നമ്മുടെ ഫോണിൽ തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. സോ എല്ലാ രീതിയിലും മാർക്കറ്റ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രദർശന വിപണന സ്വഭാവങ്ങളെല്ലാം സിനിമയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു.
അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. എല്ലാം ന്യായീകരിക്കാവുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അത് ലോകത്തിൻ്റെ പൊതുവെയുള്ള സ്ഥിതിയല്ലേ, പല കാര്യങ്ങളും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അമിതമായിട്ടുള്ള ചിലവ് ഒരു ഫിലിം മേക്കിങ്ങിന് പോകുന്നത് താരങ്ങൾക്കുള്ള ഫീസ് കൊടുക്കലാണ്, അതിൻ്റെ ഒരു മാർക്കറ്റ് ഡിവിഡൻറ്റ് കിട്ടാറില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസമത്വങ്ങളും അനീതികളും അസംബന്ധങ്ങളും നിറഞ്ഞിട്ടുള്ളതാണ് മറ്റേത് ഫീൽഡും പോലെ സിനിമയും. അത് കാലക്രമേണ മാർക്കറ്റിനൊരു നീതി ഉണ്ടല്ലോ, ആ മാർക്കറ്റിൻ്റെ നീതിയിലൂടെ അത് പരിഹരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്.